Singing duet di layar. നമുക്കെല്ലാവർക്കും അറിയാം, ഓണം എന്നത് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓണവുമായുള്ള ഒരുപാട് കളികൾ നമ്മൾ കളിച്ച് വളർന്നവരാണ്. ഇന്നത്തെ ഒരു ദിവസം ആ ഓണത്തിൻ്റെ ഗൃഹാതുര ഓർമ്മകളും വളരെ നല്ല മധുരമനോഹരമായ കാലഘട്ടത്തെക്കുറിച്ചുള്ള അയവിറക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായും കാസർഗോഡ് ജില്ലാ പോലീസും ഓണത്തിന്റെ ഭാഗമായി ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്. ഇപ്രാവശ്യം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ്, ഒപ്പമിരുന്നാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. ഈ ചടങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന 2 ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഓണത്തിന്റെ ഭാഗം. ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ജില്ലയിൽ നിന്ന് വളർന്നു വന്ന് നമ്മുടെ തന്നെ അഭിമാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ിലായാലും പൊതുജനങ്ങൾക്കിടയിലായാലും സ്വീകാര്യത നേടിയ ഒരു ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവരുടെ നമ്മുടെ ഈ ചടങ്ങിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് വിനയപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സുനിൽ, ശ്രീ ഉത്തം ദാസ്, ശ്രീ മനോജ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മികച്ച വസ്ത്രങ്ങൾ നൽകിയിരുന്നത്, മികച്ച ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നതൊക്കെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ വസ്ത്രം ധരിക്കുന്നത് ഓണത്തിന് മാത്രമല്ല, പുതിയ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കുന്നത് ഓണത്തിന് മാത്രമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെയൊക്കെ മനസ്സിൽ ഗൃഹാതുരത്വത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാമ്പുകൾ, ഗൃഹാതുരത്വത്തിന്റെ അലയൊലികൾ നമ്മുടെ മനസ്സുകളിലേക്ക് ചേക്കേറുന്നതിന് സ്വാഭാവികമായിട്ടും ഓണത്തിന് വലിയ തരത്തിലേക്കുള്ള ഒരുപാടിടങ്ങളിൽ നിന്ന് ഭിക്ഷയാചിച്ച് കിട്ടിയ അവലും മലരുമായിട്ടാണ് കുചേലമായിട്ട് നിൽക്കുന്ന സമയത്ത് പുതിയ കാലഘട്ടത്തിന് അതിൻ്റെതായിട്ട് ജനാധിപത്യത്തിന്റെ ഭംഗിയുണ്ട് എന്നും, എന്നാൽ ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടെ സ്വാഭാവികമായിട്ടും ഈ ഒരു പറയുന്നത് ഞാൻ കൂടെയുണ്ട്, പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഓണാശംസകൾ നേരുകയാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ പ്രിയങ്കരനായിട്ടുള്ള കലക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവர்களാണ്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടുകൂടി ജില്ലാ പോലീസിന് വേണ്ടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ക്ഷണിക്കുന്നു. ചെറുപ്പം തൊട്ട് തന്നെ പല രീതിക്ക് ആഘോഷങ്ങൾ വരുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉദ്യോഗസ്ഥരാകുമ്പോഴത്തേക്ക് ഒരു സ്ട്രെസ് പരിപാടിക്ക്, നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ എത്താൻ പറ്റിയുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്. ഇൻവൈറ്റ് ചെയ്തതിന് നിങ്ങളുടെ കൂടെ ഈ ഓണാഘോഷം പറ്റിയുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്. എന്തായാലും ഇവിടെ എത്തിയുള്ള എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. ഓണാശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൂടാതെ ഓണാശംസകൾ. ഞാൻ കോളേജിൽ പഠിച്ച ട്രെയിനിങ്ങിനൊക്കെ കോളേജ് കഴിഞ്ഞിട്ട് വേറെ ജോലിക്കും മറ്റുമായിട്ട് കേരളം വിട്ടു പോയതിനു ശേഷം ഓണം അങ്ങനെ വിപുലമായിട്ട് ആഘോഷിക്കുന്നതൊക്കെ തന്നെ ആ ഒരു ശീലം തന്നെ പോയിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ട്രെയിനിങ്ങും അതുമെല്ലാമായിട്ട് ഓണത്തിൻ്റെ ദിവസം ഒരു സദ്യയും അങ്ങനത്തെ രീതിയിൽ ഒരു ഒതുങ്ങുന്ന പോലത്തെ ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ DPOയുടെ ഈ ഓണത്തിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ഒപ്പം ഇരുന്നോണം എന്നാണ്. അങ്ങനെ ഒപ്പം ഇരുന്നൊരു ഓണം ഉണ്ടായിട്ട് തന്നെ കുറേ നാളായി. നേരത്തെയൊക്കെ ഒന്നോണം തിന്നോണം പൊക്കണം എന്ന് പറയുന്ന പോലത്തെ രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പോൾ എന്തായാലും ഇത്തവണ അത്ര വിപുലമായിട്ട് എല്ലാ സദ്യയും വടംവലിയും ഓണക്കളികളും മാവേലിയും എല്ലാമായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഓണത്തോടു കൂടി ഈ ഓണ സീസൺ തുടങ്ങാൻ പറ്റുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടെ എൻ്റെ ഒപ്പം, നമ്മുടെ ഒപ്പം, എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും
എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ പ്രിയമുള്ളവരെ, കൂടുതൽ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എങ്കിലും 2-3 വർഷമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായി ഇന്ന് ഈ ഓണാഘോഷം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും അതിനുള്ള അറിയിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചിരുന്നു. ഞാൻ ഉദ്ഘാടകൻ അർജുൻ പാണ്ഡ്യൻ, IAS വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ സ്റ്റാഫ് സുഹൃത്തുക്കളെ, ഓഫീസേഴ്സ്, കുട്ടികളെ, ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഓണമാണ്. ഇത്രയും ഗംഭീരമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്ര വിപുലമായിട്ടുള്ളൊരു ചടങ്ങുകളൊക്കെ ആയിട്ട് ഞാൻ പല ജില്ലകളിലും ഇരുന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുപോലെയുള്ള ഒരു ചടങ്ങ്, ഓണത്തിൻ്റെ ചടങ്ങ് ഗംഭീരമായിട്ട് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അതിൽ നല്ല സന്തോഷമുണ്ട്. അബ്ദുൽ സാറിൻ്റെ കൂടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതാണ് ഓണസദ്യയാണ്, അല്ല ഓണത്തിന്റെ ഓർമ്മകളാണ്, അല്ലേ? കാട്ടാക്കട സാറിന്റെ വരികൾ പറയും പോലെ ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവ്വ നേരിന്റെ നിറവാണിതോണം എന്ന് പറയുന്ന പോലെയാണ്. സാറ് കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഈ ഒപ്പം ഇരുന്നോണം അതിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പോലീസ് മേധാവി, അദ്ദേഹത്തിന് ഇന്നത്തെ നമ്മുടെയും ഈ ജില്ലാ പോലീസ് കാര്യാലയത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം എത്തിച്ചേർന്ന ബഹുമാന്യനായ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് ദീപയിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. ആത്മാവിൽ നിത്യമം സ്നേഹം തോളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തോളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അതേപോലെ നേരത്തെ നമ്മുടെ കാസർഗോഡ് അഡീഷണൽ എസ് പിയുടെ ചുമതലയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സുനിൽകുമാർ സാർ, DYSP SSP, അദ്ദേഹം നമ്മുടെ കൂടെ ഈ ചടങ്ങിൽ സന്നിഹിതനാണ്. വേദിയിലുള്ള മണിഗോപുരശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. ആത്മാവിൽ നിത്യമം സ്നേഹം തോളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തോളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, ദീപയിൽ പന്തലിക്കാരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. ആത്മാവിൽ നിത്യമം സ്നേഹം തോളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം തോളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം ദീപയിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. കാസർഗോഡ് നിന്നുള്ള എല്ലാവരും പിന്നീട് ഇവിടെ ജില്ലാ പോലീസ് മേധാവിമാരായി വന്നിട്ടുണ്ട്. തീർച്ചയായും എക്സ്പീരിയൻസ് ആയിരിക്കുന്ന സംശയമില്ല. സാറിനെ എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ നേരത്തെ നമ്മുടെ കാസർഗോഡ്
പരിപാടിയിൽ ചുമതലയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സുനിൽകുമാർ സാർ DVSP അദ്ദേഹം നമ്മുടെ കൂടെ ഈ ചടങ്ങിൽ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി സാന്ദ്രമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ ആത്മാവിൽ നിത്യമം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds.